അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഇവിടെ സുഭാഷ് ബാബു സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, പോലീസ് വളരെ ശുഷ്കാന്തിയോടെ ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു ബോധ്യം ഇതിൻ്റെ നാൾവഴികൾ ആലോചിക്കുമ്പോൾ താങ്കൾക്കുണ്ടോ? കാരണം ഇവിടെ ഈ കൃത്യം നടത്തുന്നു, ചാക്കോയെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം അന്ന് ഈ സുകുമാരക്കുറുപ്പ് ആലുവ വരെ പോയ വിവരങ്ങൾ പോലീസിനുണ്ട്, ആലുവ വരെ പോലീസും പിന്തുടരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ദുരൂഹതയാണ്, പിന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു കഥകളാണ്. ഇത് 42 കൊല്ലമായി കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ടു ഇവിടെ കണ്ടു, പലരെയും പിടിച്ച് അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു സുകുമാരക്കുറുപ്പിൻ്റെ സാദൃശ്യമുണ്ടെങ്കിൽ അവർ ഭയത്തോടെ ജീവിച്ച അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പോലീസിൻ്റെ ശുഷ്കാന്തിയുടെ ഉദാഹരണങ്ങളാണോ? വേണു അതിന് ഉത്തരം പറയുമ്പോൾ ശുഷ്കാന്തി ആണോ ശുഷ്കാന്തി കുറവാണോ എന്നെല്ലാം നാം പരിശോധിക്കേണ്ടത് അന്നത്തെ 42 വർഷത്തെ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി വേണം. ഇന്നത്തേതുപോലെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ സാങ്കേതികവിദ്യയോ വികസിച്ചിട്ടില്ലാത്തൊരു കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. 42 വർഷം മുമ്പ് പോലീസ് അന്ന് ഇത് വളരെ സമർത്ഥമായ രീതിയിൽ തന്നെ അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് നാൾ വഴികളിൽ നിന്ന് സൂചന നൽകുന്നത്. എന്നാൽ ആസൂത്രിതമായൊരു കൊലപാതകം അതിസമർത്ഥമായി നടത്തുകയും അതിൽ നിന്നും എങ്ങനെയും ഫലപ്രദമായി രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ അദ്ദേഹം വിജയിക്കുകയും അത് വിദേശത്തോ മറ്റോ കടന്നുവെന്നാണ് പിന്നീട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അതിനർത്ഥം പോലീസ് ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ഷന്തവ്യമായിട്ടുള്ളൊരു കുറ്റകൃത്യമോ അലംഭാവമോ കാണിച്ചുവെന്ന് നമുക്ക് വിലയിരുത്താനായിട്ടുള്ള വസ്തുതകൾ നമ്മുടെ മുൻപിലില്ല. മറ്റൊരു കാരണമായിട്ട് ഞാൻ പറയുന്നത്, ഇത് മറ്റേതെങ്കിലും കേസുകളിൽ ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് അന്നത്തെ ഭരണകക്ഷിയോ പിന്നീട് വന്ന പ്രതിപക്ഷത്തെയോ ആരും ഇതിനെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഈ കേസ് ഇപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡാണ്, അലി അക്ബർ. അങ്ങും ഈ 2 ദിവസങ്ങളിൽ ഈ അലി അക്ബറിൻ്റെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ഈ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി അന്ന് ASI ആണ്, ഗ്രേഡ് SI ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും അസ്വസ്ഥനാണ്. അദ്ദേഹം പറയുന്നത്, സാധാരണഗതിയിൽ അന്വേഷിക്കാനുള്ള താല്പര്യം കാട്ടേണ്ട മേലുദ്യോഗസ്ഥർ ഇത് എത്രയും പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള താല്പര്യമാണ് കാട്ടിയിട്ടുള്ളത്, അത് സംശയാസ്പദമാണ് എന്നാണ്. മാത്രമല്ല പല ലീഡുകളും അലി അക്ബറിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു, മേലധികാരികൾക്ക് നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ തുടരാനായിട്ട് അനുവദിക്കുന്ന ഒരു താല്പര്യം മേലധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന്. പിന്നെ അങ്ങ് പറഞ്ഞു വന്ന പ്രത്യേക കാര്യത്തിൽ തന്നെ അലി അക്ബറിൻ്റെ പ്രതികരണമുണ്ട്. ചില ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, പൊതുമണ്ഡലത്തിൽ വളരെ സജീവമായിട്ടുള്ള പൊതുപ്രവർത്തകരായ നേതാക്കന്മാർ, ഇവരൊക്കെ വളരെ സ്വാധീനമുള്ള ഒരു കുടുംബമെന്ന നിലയിൽ ഈ കുടുംബവുമായി ബന്ധമുള്ളവരാണ്. ഇതിൽ കുറുപ്പിനെ സംരക്ഷിക്കണമെന്ന പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നവരാണ്. ഈ മാവേലിക്കരയിലെ വീട്ടിൽ ഈ കൃത്യത്തിന് ശേഷം കുറുപ്പുണ്ട്, അവിടെ നിന്ന് മുങ്ങും എന്ന അറിവ് പോലീസിനുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ തിരച്ചിലിന് പോലും പോലീസ് പോകാൻ വിമുഖത കാട്ടി. അങ്ങനെ കുറുപ്പിന് രക്ഷപ്പെടാനുള്ള വഴികളൊരുക്കി. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശൃംഖല കണ്ണികളായി പ്രവർത്തിച്ചു കുറുപ്പിന് വേണ്ടിയിട്ട് എന്ന് അലി അക്ബർ എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുമ്പോഴോ? മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ അലി അക്ബർ ഇപ്പോൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് പൂർണ്ണമായിട്ടും നിഷ്കളങ്കമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇപ്രകാരം അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആണെങ്കിൽ അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കേണ്ടത് പ്രധാനമായിട്ടും കോടതിക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ടിന് ഒരു സ്വീകാര്യത വരുന്നത് അല്ലെങ്കിൽ ബാധ്യതയായിട്ട് വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ, വെളിവാകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിയമപരമായ ഉത്തരവാദിത്തം കോടതിയോടാണ്. അങ്ങനെ നിഷ്പക്ഷമായിട്ടൊരു അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ഇപ്രകാരം കാര്യങ്ങൾ വെളിപ്പെട്ടിരുന്നുവെങ്കിൽ അത് കോടതിയെ അറിയിക്കുന്നതിൽ എന്തായിരുന്നു തടസ്സം? 42 വർഷങ്ങളായിട്ട് ഈ കാര്യവുമായി അദ്ദേഹം അടയിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. അത് തികച്ചും നിഷ്കളങ്കമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. മാത്രവുമല്ല, അപ്രകാരം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ പേരെടുത്ത് പറയുവാനോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേതാവ് സഹായിച്ചു എന്നുള്ളതെങ്കിൽ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാവണം. കാരണം പൊതുസമൂഹത്തിന് താല്പര്യമുള്ള ഒരു കേസാണ്, സമാനതകളില്ലാതെ കേരളത്തിൽ സംഭവിച്ചുള്ള കേസാണ്. കേരള പോലീസിൻ്റെ സൽപ്പേരിൻ്റെ കളങ്കം ചാർത്തിക്കൊടുത്ത ഒരു വ്യക്തി ദുരൂഹമായ സാഹചര്യങ്ങളിൽ ഇന്നും മറഞ്ഞിരുന്നു കൊണ്ട് ഈ നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും കൊഞ്ഞനം കുത്തുന്ന ഒരു കേസ് കൂടിയാണത്. അങ്ങനെ വരുമ്പോൾ
ഇപ്രകാരം ഒരു നിഷ്കളങ്കമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് അദ്ദേഹം തിരശ്ശീലയ്ക്ക് പിന്നിൽ പോകുന്നത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു പ്രവണതയല്ല. അത് തീർച്ചയായിട്ടും അന്വേഷണത്തിന് വിധേയമാക്കണം. ഇപ്പോൾ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ആ കാര്യം വെച്ച് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാവുന്നതുമാണ്. Big TV, without fear or favor.